അപ്പം ഞങ്ങളിവിടെ വരാൻ കാരണം നമ്മളുടെ MLA, ഞങ്ങൾക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട MLA, ഞങ്ങളുടെ എല്ലാ പാവപ്പെട്ട മനുഷ്യരെ വിളിച്ചിരുത്തിക്കൊണ്ട് അവരോട് സംസാരിക്കുന്ന ഒരു MLA. അങ്ങനെയുള്ള ആ ഒരു MLAയുടെ ഇപ്പോഴത്തെ സ്ഥിതി ഒരുപാട് വേദനിക്കുന്നതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊക്കെ വളരെയധികം വേദന ഉണ്ട്. എന്തിനാണ് ഇത്തരം ഒരു കുഴിയിലേക്ക് തള്ളിയിടുന്ന മാതിരി ഇങ്ങനെ ഉള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്തിനാണ് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. കാരണം എന്താണ് അതിൻ്റെ ആവശ്യകത എന്നുള്ളതൊന്നും നമ്മളെപ്പോലുള്ള ആളുകൾക്ക് മനസ്സിലാവില്ല. കാരണം അത് രാഷ്ട്രീയമാണ്. നമ്മൾ ഈ രാഷ്ട്രീയ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ ഈ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ഒരു സ്ഥാനത്തിന് വേണ്ടിയിട്ടാണോ ഇത്രയധികം ചവിട്ടി അമർത്താനുള്ള ഒരു പരിശ്രമം നടത്തുന്നത് എന്ന് തോന്നിപ്പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴൊക്കെ വളരെയധികം വേദന. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം പറയണേ, എവിടെ വെച്ച് ഞങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും സംസാരിക്കുന്ന മനുഷ്യൻ മാത്രമല്ല, പിന്നെ എന്ത് ആവശ്യങ്ങൾ മനുഷ്യർക്ക് വേണമെങ്കിൽ അത് സഹായിക്കുന്ന ഒരു MLAനെയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതിന് പെട്ടെന്ന് എന്താണ് ഇത്തരം മൂർച്ച കൂടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി വെച്ചതെന്നുള്ളത് മനസ്സിലാകുന്നില്ല. അതിനൊരു വേദന ഉണ്ട്. ആ വേദനയോടുകൂടിയാണ് ഞാൻ ഇപ്പം ഇന്നലെയും വന്നു, ഇന്നും വന്നു. ഇവിടുത്തെ സ്ഥിതി എന്താണ് എങ്ങനെയാണ് ഇതിനെ ഫോളോ ചെയ്യുന്നത് എന്നുള്ളൊരു ബോധമാണ് എൻ്റെ മനസ്സിൽ. അപ്പോൾ അതിനാണ് ഇന്നും ഒന്ന് വന്നിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു തണുപ്പിക്കാൻ മനസ്സാരില്ല. ഇതൊക്കെ സംഭവിക്കാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു തണുപ്പിക്കുക എന്നുള്ളൊരു ഇതിൽ മാത്രം വന്നിട്ട് ഇവിടെ ഇരുന്നതാണ് ഇന്ന്. MLAയുടെ കൂടെ നിൽക്കുമോ? MLAയുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ ഇപ്പോൾ പാർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ വെളിയിലേക്ക് ഇറങ്ങിയിട്ടില്ല. ഇപ്പം ഞങ്ങളെ നാട്ടിൽ ഏത് നിലയിലാണിത് കാണുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് ഞാനിവിടെ 2 ദിവസമായിട്ട് ഞാൻ ഈ ഭാഗങ്ങളിലൂടെ ചുറ്റിയായതുകൊണ്ടേ അതുകൊണ്ട് മനസ്സിലാക്കിയിട്ടില്ല. അത് മനസ്സിലാക്കിയാലാണ് അതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റുള്ളൂ. ഇത് രാഷ്ട്രീയത്തിൻ്റെ ചവിട്ടടിയാണോ അതോ ഒരു അടിച്ചമർത്തലാണോ എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടുള്ളൊരു വേദന ഉണ്ട് എനിക്ക്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല MLAനെ കിട്ടിയതാണ് ഞങ്ങൾക്ക്. ഞങ്ങൾ ആ ഒരു സൗകര്യത്തിൽ ജീവിക്കുകയായിരുന്നു അവിടെ. പിന്നെ എപ്പോഴാണ് ഇത് ഇങ്ങനെയൊക്കെ ഒരു കുത്തിത്തിരിപ്പിലൂടെ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു വേദന. ഇന്നലെ ഇവിടെ കയറി വന്നു, ഇന്നും ഇവിടെ കയറി വന്നു. അതുകൊണ്ടാണ്. MLAക്ക് പിന്നിൽ വർഗീയ ശക്തികളുണ്ടെന്നാണ് ഇപ്പോൾ പാർട്ടി പറയുന്നത്. അതിനെക്കുറിച്ച് എന്താ പറയുള്ളത്? പാർട്ടി പറയുന്നത് MLAക്ക് പിന്നിൽ വർഗീയ ശക്തികളാണ് ഇതിനൊക്കെ പിന്നിൽ നിന്ന്. MLA അവരുടെ ചട്ടുകമാവണമെന്നാണ് പറയുന്നത് പാർട്ടി. ഇപ്പം ഇയാളെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സഖാവുണ്ട്, അവൻ വരെ എതിർത്ത് സംസാരിച്ചുകൊണ്ട് അവൻ അവിടെ അതിൽ നടക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഇന്നത് കേട്ടപ്പോൾ വളരെയധികം വേദന തോന്നുകയാണ് ഉണ്ടായത്. സഹിക്കാൻ വയ്യാത്തൊരു വേദന. ഇവൻ്റെ ഒരു ബാലായി നടന്നിരുന്ന ആൾ, ഒരേ കോളേജിൽ പഠിച്ച് ഒരേ രാജ്യത്ത് ജനിച്ച് ആ മനുഷ്യൻ അങ്ങനെ പറയുന്നു എന്ന് കേട്ടപ്പോൾ വല്ലാത്തൊരു ദുഃഖം തോന്നുകയാണ്. അപ്പോൾ ഒരു വേദനയാണ്. അപ്പോൾ അത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും വന്ന് ആ മുഖം ഒന്ന് കാണുക, അദ്ദേഹത്തിനോട് ഒരു ചെറിയ വാക്ക് പറഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ പോവുക എന്നുള്ളതല്ലാതെ ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ള ദുഃഖമുണ്ട് എനിക്ക്.